കീം 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഐസോഇലക്ട്രോണിക് സ്പീഷീസ് ഹാസ് ദി സ്മോളസ്റ്റ് റേഡിയസ്. അപ്പോൾ കുറച്ച് ഐസോഇലക്ട്രോണിക് സ്പീഷീസ് തന്നിട്ടുണ്ട്. ഇതിൽ റേഡിയസ് ഏറ്റവും കുറവ് ഇതിനാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഇ Al3+ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കാം. +1 തേർഡ് ചാപ്റ്ററായ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്നുള്ള യൂണിറ്റിലെ ഒരു ടോപ്പിക്കാണ് ഐസോഇലക്ട്രോണിക് സ്പീഷീസ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താണ് ഐസോഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് മറന്നുപോയവർക്ക് വേണ്ടി പറയാം. ആറ്റംസ് ആൻഡ് അയോൺസ് വിച്ച് കണ്ടെയ്ൻ ദി സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഐസോഇലക്ട്രോണിക് സ്പീഷീസ്. ഒരേ എണ്ണം നമ്പർ ഇലക്ട്രോണുകൾ ഉള്ള സ്പീഷീസുകളെയാണ് നമ്മൾ ഐസോഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇവരുടെ സൈസിനെ കുറിച്ച് നമ്മുടെ ടെസ്റ്റിൽ എന്താ പറയണത്? ദി കാറ്റയോൺ, അതായത് പോസിറ്റീവ് ചാർജുള്ള അയോൺസ് വിത്ത് ദി ഗ്രേറ്റർ പോസിറ്റീവ് ചാർജ് വിൽ ഹാവ് എ സ്മോളർ റേഡിയസ് ബിക്കോസ് ഓഫ് ദി ഗ്രേറ്റർ അട്രാക്ഷൻ ഓഫ് ദി ഇലക്ട്രോൺസ് ടു ദി ന്യൂക്ലിയസ്. പോസിറ്റീവ് അയോണുകളിൽ പോസിറ്റീവ് ചാർജ് കൂടുതലുള്ളവർക്ക് റേഡിയസ് അല്ലെങ്കിൽ വലിപ്പം കുറവായിരിക്കും. ഇതിന് കാരണം എന്താണ്? ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ ഇവരിൽ കൂടുതലായിരിക്കും, അതായത് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇവരിൽ കൂടുതലായിരിക്കും. ഇനി ആനയോൺസ്, നെഗറ്റീവ് ചാർജുള്ള അയോൺസിൽ വിത്ത് ദി ഗ്രേറ്റർ നെഗറ്റീവ് ചാർജ് വിൽ ഹാവ് ദി ലാർജർ റേഡിയസ്. കൂടുതൽ നെഗറ്റീവ് ചാർജ് ഉള്ളവരുടെ റേഡിയസ് കൂടുതലായിരിക്കും, വലിപ്പം കൂടുതലായിരിക്കും. In this case, the net repulsion of the electrons will outweigh the nuclear charge and the ion will expand in size. ഈ കേസിൽ ഇലക്ട്രോൺസ് തമ്മിലുള്ള റിപ്പൾഷൻ കൂടുതലായിരിക്കും ഇതിനേക്കാളും, ന്യൂക്ലിയർ ചാർജിനേക്കാളും. അതുകൊണ്ട് ദി അയോൺ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും, സൈസ് കൂടും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സൈസ് കുറവുള്ള ആറ്റം ഏതെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന 5 സ്പീഷീസിൽ എല്ലാത്തിലും 10 ഇലക്ട്രോൺസ് വീതമാണുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാം ഇവരെല്ലാം ഐസോഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. അപ്പോൾ ഇതിൽ കാറ്റയോൺസിൽ പോസിറ്റീവ് ചാർജ് കൂടുതലുള്ളതിനാണ് സൈസ് ഏറ്റവും കുറവെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് കൂടുതലുള്ള ഇതിനാണ് Al3+. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഇ ആണ് Al3+.